6 എണ്ണത്തിനെ പട്ടി പകൽ സമയത്ത് മുട്ടയിട്ട് ഇറങ്ങിപ്പോയ കോഴിയാണ്. ഇത് 6 എണ്ണത്തിനെ പട്ടി പറമ്പിലിട്ട് ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കണില്ല. അത്രയും ബഹളമാണ്. പട്ടികൾ രാത്രി കൂടിന് ചുറ്റും വന്ന് ഒച്ചപ്പാടും ബഹളമാണ്. ഞങ്ങൾ രാത്രി എണീച്ച് ഓടിച്ചു കളയാണ് പട്ടികളെ. തെരുവുനായ ശല്യം രൂക്ഷം. നടപടി തേടി നാട്ടുകാർ നഗരസഭയിലേക്ക്. കളമശ്ശേരി നഗരസഭ 41-ാം വാർഡിൽ വട്ടേക്കുന്നം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുകയാണ്. രാത്രി സമയങ്ങളിൽ കൂട്ടമായി എത്തുന്നത് വിദ്യാർത്ഥികൾക്കടക്കമുള്ള വഴിയാത്രക്കാർക്ക് ഭീഷണിയാണ്. പരിസരങ്ങളിൽ വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് നേരെയും ആക്രമണം പതിവാണ്. തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിന് അധികൃതരുടെ നടപടികൾ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നമ്മുടെ വീട്ടില് ഒരു കൂട്ടില് ഒരു 10-18 കോഴി ഉണ്ടായിട്ട് 2 കോഴി വെച്ച് ബാക്കി സർവ്വതി അടുത്തുള്ള എല്ലാവർക്കും അറിയാതെ കടിച്ച് തിന്ന് തലയും ബാക്കിയിട്ടുകൊണ്ട് പോയി. ഇപ്പോഴും രാത്രി ഒരു 11 മണിയായി 12 മണിയാകുമ്പോൾ അവിടെ ആ കൂടിനും പരിസരത്തും കിടന്ന് ഭയങ്കര ബഹളമാണ്. പട്ടി കാണണമെങ്കിൽ ഒരു 12 മണി കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാടിൻ്റെ ഇപ്പുറത്തോട്ട് വന്നാൽ കാണാം. ഓടി 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 വന്ന പട്ടി കൂടാണ്. ഇപ്പോൾ പട്ടികളുണ്ടാവോ? ഏതാണ്ട് ഒരു 10-40 എണ്ണത്തിൽ കുറയില്ല. ഭയങ്കര ശല്യമാണ്. കൊച്ചു പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരാനും ഓതാൻ പോകണം. അതേ രാവിലെ മക്കൾ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് കാർന്നന്മാരെ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകണേ. ഇവിടത്തില്ലേ ഒരു 5-6 പട്ടിയൊക്കെ കൂടി കിടക്കാണ്. അങ്ങോട്ട് ആൾക്കാർ കടത്തി വിടാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പൊക്കോളാൻ പറഞ്ഞു. പകലും രാവിലെ ഞാൻ കാണണേ. രാവിലെ നടക്കാൻ പോകുമ്പോഴാണ് പട്ടി കടിക്കാൻ വന്നിട്ടില്ല. ഞാൻ വല്ല വടിയൊക്കെ എടുത്തിട്ട് ഓടിക്കും. വടിയൊക്കെ കരുതിട്ടാണ് രാവിലെ നടക്കാൻ പോകുന്നത്. ചിലപ്പോ പട്ടിശല്യം ഇവിടെ ഉപദ്രവമായിട്ട് തന്നെ മാറിയേക്കണത്. ഇപ്പൊ നമ്മ കാലത്തെ ആളുകൾ നടക്കാൻ വേണ്ടി പോകുമ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് വേസ്റ്റിന്റെ ശല്യമുണ്ട്. വേസ്റ്റ് ഇവിടെ കൂടുതൽ കൊണ്ടുനടുമ്പോഴത്തന്നെ നമുക്കറിയാം. നമ്മ ഈ റോട്ടറി ക്ലബിന്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചുറ്റിനും വേസ്റ്റാണ് കൊണ്ടുവരുന്നത്. രാത്രി ആകുമ്പോൾ കൊണ്ടുവന്ന് ആളുകൾ കൊണ്ടുവന്ന് ഇടുന്നതാണ്. ഇതിനെതിരെ നഗരസഭ ഒരു നിയമ നടപടികളും സ്വീകരിക്കണമില്ല, ഒന്നുമില്ല. അത് വേസ്റ്റ് പോലും എടുക്കാത്ത രീതിയിലേക്കാണ് ഈ പോകുന്നത്. ഇപ്പം ഇന്ന് കേട്ടൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ആ വഴിയെ പോകുന്ന യാത്രക്കാരനെ പട്ടി കടിച്ചെന്നാണ്. അത് മഞ്ഞുമല ഹോസ്പിറ്റലായെന്നുള്ളതാണ്. ഇതിനു മുമ്പും നമ്മുടെ ഈ പ്രദേശത്ത് കൂടി മദ്രസ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, മറ്റുള്ള പള്ളി പോകുന്ന ആളുകൾ എല്ലാം പോകുന്ന ഒരു സ്ഥലമാണ്. ഇത് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് 1-2 പട്ടികളല്ല, കൂട്ടം കൂടിയാണ് വന്ന് പട്ടികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ നമുക്കറിയാമല്ലോ. ഇതിനു മുമ്പ് ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായതാണ്. പല പ്രദേശങ്ങളിലും നമ്മൾ പല വാർത്തകളും കേൾക്കുന്നതാണ്. പട്ടി കടിച്ച് മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇത് ബദലായിട്ട് കളമശ്ശേരി നഗരസഭ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നാട്ടുകാർക്ക് പട്ടികളെ കൊണ്ട് കിടക്കപ്പോൾ അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കാനുള്ള ഇതെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വേസ്റ്റ് ഇവിടെ മറ്റുള്ള ഇതിനുമുമ്പ് കൗൺസിലർ ഇവിടുത്തെ പ്രദേശത്തുള്ള കൗൺസിലർമാർ ഇടപെട്ട് പല ബോർഡുകൾ ഒരു ബോർഡ് പോലും വെക്കാൻ തയ്യാറാവണില്ല. കാരണം വേസ്റ്റ് കൊണ്ടുവന്നിടുന്നുള്ളത്. വേസ്റ്റ് കൊണ്ടുവന്നിടുന്നതിനെതിരെ നമ്മൾ പരാതി കൊടുക്കാൻ പോലും നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം ആ കടകളിൽ നിന്നുള്ള സാധനങ്ങൾ രാത്രി ആകുമ്പോൾ ഈ ഫുഡ് വേസ്റ്റുകൾ, അതുപോലെ ഈ ചിക്കൻ, അതിൻ്റെ ഇറച്ചി, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വേസ്റ്റുകൾ എല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിടുന്നത്. ഇത് രാത്രി ആകുമ്പോഴത്തേക്കും ഇത് കഴിക്കാൻ വേണ്ടിയും അത് വലിച്ചു വാരി റോട്ടിലേക്കാണ് ഇടുന്നത്. അത് അപ്പോൾ തന്നെ ആളുകൾക്ക് കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പോകുമ്പോഴോ പള്ളിയിൽ പോകാനോ മദ്രസയിൽ പോകാനോ സ്കൂളിൽ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു നടപടി എന്നോണം കളമശ്ശേരി നഗരസഭ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടിശല്യം കൂടുതലാണ്. ഭയങ്കര പട്ടിശല്യമാണ്. ഭയങ്കര സ്ട്രേ ഡോഗ്സ് ഇവിടെയും നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഭാഗത്തും ഇഷ്ടംപോലെ പട്ടികളുണ്ട്. അപ്പോൾ ഇതിനെ തുരത്താനായിട്ട് അടിയന്തരമായി നടപടിയെടുക്കണം. കൂടാതെ 4 ദിവസം മുമ്പ് ഇവിടെ ഒരു ചെറിയ കൊച്ചിനെ പട്ടി കടിക്കാൻ ഓടിച്ചിട്ടിട്ട് ഞങ്ങളാണ് പോയി പട്ടീനെ ഓടിച്ചിട്ട് ആ കൊച്ചിനെ രക്ഷിച്ചത്. അപ്പോൾ എന്തായാലും മുനിസിപ്പാലിറ്റി ഇതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് എന്തായാലും പട്ടികളെ തുരത്താനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പട്ടികൾക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നവര് ഒന്നല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൊടുത്തിട്ട് ഒരു പട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ റോട്ടില് പട്ടികൾക്ക് തീറ്റ കൊടുക്കാതിരിക്കുക.
അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പട്ടികൾ മറ്റുള്ളവർ കവറായിട്ട് പോകുമ്പോഴൊക്കെ പട്ടിയെ ഭക്ഷണം എന്ന് പറഞ്ഞ് പുറകെ പോയിട്ട് കടിക്കുന്നത് അല്ലേ? അതെ അതെ. പട്ടിയുടെ ഭയങ്കര ശല്യമാണ്. വെളുപ്പിനും രാത്രിയൊക്കെ ആകുമ്പോൾ പിള്ളേർക്കായാലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ള മദ്രസയിൽ 6 മണിക്ക് പോകുമ്പോഴും പട്ടിയുടെ ശല്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും മുനിസിപ്പാലിറ്റി നടപടി എടുത്താലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു 10-12 കോഴി ഉണ്ടായി. അത് മുഴുവനും പട്ടി പിടിച്ച് അത് ഫുള്ളും തിന്ന്. ഇപ്പോൾ കൂട്ടിലടിച്ചിട്ട കോഴീനെ അത് പട്ടി മാന്തി എല്ലാം തിന്ന്. അതുപോലെ ആ മുകളിലെ ആ സുബൈറിൻ്റെ വീട്ടിൽ കോഴി ഉണ്ടായി. അത് 6 കോഴീനെയും പട്ടിയെടുത്ത് കടിച്ച് തിന്ന്. അപ്പം അതുകൊണ്ട് കൂട്ടത്തോടു കൂടി ഒരു 6-7 പട്ടി ഉണ്ടാവും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും നടപടി എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. പിന്നെ കൗൺസിലറോട് പറയുമ്പോൾ കൗൺസിലർ മുനിസിപ്പാലിറ്റിയിലേക്ക് പരാതി കൊടുക്കാനാണ് പറയണത്. അല്ലാണ്ട് കൗൺസിലറോട് പറഞ്ഞിട്ട് രക്ഷയൊന്നുമില്ല. മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുക്കുന്നതാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു നടപടി ഉണ്ടാക്കണം. 6 മണിക്ക് ഒക്കെ പിള്ളേർ മദ്രസയിൽ പോണതാണ്. അപ്പോൾ പട്ടിയുടെ ഭയങ്കര ശല്യമുണ്ട്. 5:30 തുടങ്ങി ഇവിടെ പിള്ളേർ മദ്രസയിലോട്ട് പോകും. പട്ടിയുടെ ഭയങ്കര ശല്യമുണ്ട്. അപ്പം അത് വേണ്ടുന്ന നടപടി എത്രയും പെട്ടെന്ന്. എനിക്ക് കളമശ്ശേരി നഗരസഭയിൽ നിന്ന് 12 കോഴികളെ കിട്ടിയതാണ്. അത് എല്ലാം വളർന്ന് മുട്ടയിട്ട് തുടങ്ങിയ കോഴീനെ 6 എണ്ണത്തിന് പട്ടി പകൽ സമയത്ത് മുട്ടയിട്ട് ഇറങ്ങിപ്പോയ കോഴിയാണ്. ഇത് 6 എണ്ണത്തിന് പട്ടി പറമ്പിലിട്ട് ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കളഞ്ഞു. ഞാൻ ഇത് വാർഡ് സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇതിനൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കണില്ല. അത്രയും ബഹളമാണ്. പട്ടികൾ രാത്രി കൂടിന് ചുറ്റും വന്ന് ഒച്ചപ്പാടും ബഹളമാണ്. ഞങ്ങൾ രാത്രി എണീച്ച് ഓടിച്ചു കളയാണ് പട്ടികളെ. ഈ വീടിന് ചുറ്റും കിടന്ന് പട്ടി ഓടിക്കൊണ്ടിരിക്കും. ഈ വീടിന് ചുറ്റും കിടന്ന് പട്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പരാതി വാർഡ് സഭയിൽ ഞാൻ പറഞ്ഞിരുന്നു. പരാതി ഒന്നും പറഞ്ഞില്ല. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പട്ടിയുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. और कुत्ता के मुश्किल ज्यादा मुश्किल है कुत्ते का इधर में रात में। हाँ नाइट में हाँ अरे कुत्ते भौंकते हैं इधर, जास्ता साउंड करता है इधर में। कुत्ता टेल रहा है इधर, जास्ती प्रॉब्लम है इधर रूम में के अंदर भी जाता है कुत्ता ज्यादा। रूम के अंदर में आएगा। हाँ गैरली में आएगा, ज्यादा साउंड करेगा। हाँ ज्यादा साउंड करता है इधर में। और नाइट में इधर बैठने के लिए मुश्किल होता है। इधर से बैठ में के आएगा, ज्यादा मुश्किल है। खाना खा के जब घूमते हैं तो इधर में आ जाता है कुत्ता, काटता है। हम लोगों को अंदर बैठना पड़ता है रूम में, इसलिए देखना है ज्यादा मुश्किल है। ज्यादा मुश्किल है इधर में, जास्ती मुश्किल। പട്ടിശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ഇടുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ആ വേസ്റ്റ് ഇടുന്നത് പട്ടികൾക്ക് ഒരു ഫുഡായിട്ട് കരുതി അതുങ്ങൾ വന്ന് തിന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ ഇതിൽ നടന്നു പോകുമ്പോൾ ഇതിനെ കടിക്കാനൊക്കെ ഉള്ളൊരു പ്രശ്നം ഇതൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരനെ പട്ടി കടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ അടിയിലും നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തെരുവ് നായകളുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ട്. റോഡുകളിൽ കൂട്ടമായി നിൽക്കുന്ന തെരുവ് നായകൾ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ ഓടിയെടുക്കുന്നതും വെപ്രാളത്തിനിടെ ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നതുമായ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. സാമൂഹ്യ വിരുദ്ധരും മദ്യപ സംഘങ്ങളും ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും അറവുശാലകളിൽ നിന്നുള്ള മാലിന്യം തിന്നാൻ കൂട്ടത്തോടെ എത്തുന്ന നായകൾ പിന്നീട് പരിസരങ്ങളിലുള്ളവർക്ക് ശല്യമായി മാറുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും ഏറെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പരിശീലനം നേടിയ നായപിടുത്തക്കാരെ എത്തിച്ച് നഗരത്തിൽ തെരുവ് നായകളുടെ പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്നും നായകളെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കളമശ്ശേരി നഗരസഭയിൽ നിന്നും നൽകിയ മുട്ടക്കോഴിയെ 6 എണ്ണത്തിനെയാണ് തെരുവ് നായ പകൽ സമയത്ത് വന്ന് കൊന്നൊടുക്കിയത്. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തൊഴിൽ ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. കളമശ്ശേരി നഗരസഭ 41-ാം വാർഡ് കൗൺസിലർ സലീം പതുവന പറയുന്നത് ഇങ്ങനെ: പല ആൾക്കാരും റോട്ടിൽ കൊണ്ടുവന്ന് നായകൾക്ക് ഭക്ഷണം കൊടുക്കും. അന്ന് അവരതിനെയൊക്കെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി നായയെ വളർത്താനായിട്ട് ആരും സന്നദ്ധരല്ല. ഇത് നഗരസഭയുടെ ഒരു വലിയ വിഷയമാണിത്. നമുക്കറിയാം 42 വാർഡിലും നായശല്യം ഭയങ്കര രൂക്ഷമായിട്ട് പല ആൾക്കാരെയും പല കുട്ടികളെയൊക്കെ ഓടിച്ചിട്ട് കടിക്കുന്നു. ഇപ്പോൾ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണെങ്കിൽ
കിറ്റ് കണ്ടാൽ നായ ഓടി വന്ന് കിറ്റ് തട്ടിപ്പറിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ അങ്ങേര് ഹോസ്പിറ്റലാണ്, അങ്ങേര് ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെയും നായ കടിക്കുകയും പേവിഷബാധ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കളമശ്ശേരി നഗരസഭ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നായശല്യം ഒഴിവാക്കാനായിട്ട് അതിന് സന്നദ്ധ പഠിപ്പിക്കണമെന്നാണ് കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ ഇതിനു മുമ്പും കൗൺസിലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് നായശല്യം കൂടുതലാണ്, അതിനൊക്കെ ഒരു പോംവഴി കാണണമെന്ന്. ഇതുവരെയും ഒരു പോംവഴി കാണുകയോ നഗരസഭ ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഒരു ചലനമറ്റ നഗരസഭയായി കളമശ്ശേരി നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ പോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. സൗത്ത് കളമശ്ശേരിയിൽ നായശല്യം, പോലീസ് ഗ്രൗണ്ടിലാണെങ്കിൽ ഒരുപാട് നായകൾ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ലോറികളുടെ അടിയിലാണ് ഇതുങ്ങളെല്ലാം പാർക്ക് ചെയ്ത് കിടക്കുന്ന ലോറികളുടെ അടിയിൽ ഒളിത്താവളമായിട്ടാണ് ഇതുങ്ങളെല്ലാം. ആരെങ്കിലും വണ്ടിയുടെ അടുത്ത് കൂടി പോകുമ്പോൾ വേഗം ചാടി പിടിക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ ഭയാനകരമാണ്. പക്ഷേ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ഖേദിക്കേണ്ടി വരും. ഒരുപാട് കുട്ടികളെയും നാട്ടുകാരെയും നായകൾ ഓടിച്ചിട്ട് കടിക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കാൻ നഗരസഭ ഇതിന് ശ്രദ്ധിച്ചു പോകണമെന്ന് കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. നഗരസഭ അധികൃതർ, വൈറ്റിനറി ആശുപത്രി അധികൃതർ എന്നിവർ യോഗം ചേർന്ന് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.